നമസ്കാരം, ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം. ലയൺസ് ഡിസ്ട്രിക്ട് 318 സിയുടെ E2W ചലഞ്ച് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318 സിയുടെ E2W ചലഞ്ച് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ നിർവഹിച്ചു. ലയൺസ് നേതാക്കന്മാരെല്ലാവരും കൂടി ഓരോ സംഘടനകളിൽ അല്ലെങ്കിൽ ഓരോ രീതികളിലും റെസിഡൻസ് അസോസിയേഷൻ ആയിക്കോട്ടെ, സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ, അത് വില്ലേജ് ഓഫീസോ പഞ്ചായത്തോ പോലീസ് സ്റ്റേഷനിലൊക്കെ ഓരോ ഡെപ്പകൾ വെച്ച് ഇതിന് മാക്സിമം ഈ വേസ്റ്റിനെ കളക്ട് ചെയ്യാനുള്ള വലിയ ഒരു സ്രോതസ് ഉണ്ടാക്കണം. നമ്മുടെ ശക്തി സംഘടിത ശക്തിയാണ്. നമ്മൾ ഒരാൾ പറയുന്ന കാര്യങ്ങൾ വളരെ ചിന്തയോടുകൂടി 100,000 ആളുകൾ ചിന്തിച്ചതിന് ശേഷം വരുന്ന വലിയൊരു സ്രോതസ്സാണ് നമ്മുടെ ബുദ്ധി. അപ്പോൾ നമ്മളെല്ലാവരും ഈക്വലാണ്. ലയൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഈക്വാലിറ്റി ഏറ്റവും മുമ്പോട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. പ്രകൃതി ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും കനത്ത ഭീഷണിയായ ഇലക്ട്രോണിക് വേസ്റ്റ് സമാഹരിച്ച് പുനഃചക്രമണം ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഉദ്ഘാടന ദിവസം 250 കിലോ ഇലക്ട്രോണിക് വേസ്റ്റ് ലയൺസ് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ചു. ഇത് ഒരു തുടർ പ്രൊജക്റ്റാണെന്നും വരുന്ന മാസങ്ങളിലും ഇതുപോലെ സമാഹരണം സംഘടിപ്പിക്കുമെന്നും ലയൺസ് ഭാരവാഹികൾ പറഞ്ഞു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് മത്തായി, ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ സന്തോഷ് കാച്ചപ്പള്ളി, ഡിസ്ട്രിക്ട് സെക്രട്ടറി സജി ചാമേലിൽ, ലയൺസ് ക്ലബ് മൂവാറ്റുപുഴ പ്രസിഡന്റ് ജയ ബാലചന്ദ്രൻ, റീജിയണൽ ചെയർപേഴ്സൺ എൽദോസ് ഐസക്, ലയൺസ് ക്ലബ് മൂവാറ്റുപുഴ സെക്രട്ടറി നീന സജീവ്, ട്രഷറർ ബീന സുരേഷ്, മറ്റ് ലയൺസ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. അദ്ദേഹം ആ പദ്ധതി അന്ന് ആസൂത്രണം ചെയ്തത്. അതിനുശേഷം അന്ന് അദ്ദേഹം ചെയ്ത ഈ പദ്ധതിയുടെ അത് കണ്ടത് തന്നെ അതിൻ്റെ ആഴം എന്തുമാത്രം. സമാഹരിച്ച ഈ വേസ്റ്റ് കളക്ഷൻ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ഡോക്ടർ ബിനോയ് മത്തായി നിർവഹിച്ചു. ടീം ചാനൽ മൂവാറ്റുപുഴ.